നമസ്കാരം കുഞ്ഞുങ്ങളെ, സുഖമായിരിക്കുന്നല്ലോ, സന്തോഷമായിരിക്കുന്നുവെന്ന് ടീച്ചർ പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിലെ പാഠം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നോട്ട് എഴുതിയെടുത്ത് പഠിച്ചല്ലോ. കോപ്പി ബുക്കിൽ ഭംഗിയായി എഴുതിയെന്ന് ടീച്ചർ പ്രതീക്ഷിക്കുന്നു. പുസ്തകം ഉറക്കെ വായിക്കണം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 14ാമത്തെ പാഠമാണ്. അഹങ്കാരം ആപത്ത്. ഒരു കഥയാണ്. തയ്യാറാണല്ലോ? ശരി, നമുക്ക് തുടങ്ങാം. കുഞ്ഞുങ്ങളെ, ടീച്ചർ ഇന്ന് പഠിപ്പിക്കേണ്ട ഭാഗം വായിക്കുകയാണ്. ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. പാഠം 14. അഹങ്കാരം ആപത്ത്. സാമാന്യം വലിയ ഒരു തറവാടായിരുന്നു അത്. അവിടെ 2 പൂവൻ കോഴിയും കുറെ പിടക്കോഴികളും ഉണ്ടായിരുന്നു. പൂവൻ കോഴികളിൽ ഒരാൾ അഹങ്കാരിയും ധിക്കാരിയുമാണ്. മറ്റുള്ള കോഴികളെ ഉപദ്രവിക്കുന്നതായിരുന്നു അവന്റെ വിനോദം. മറ്റു കോഴികൾ ചപ്പിലകൾ ചികഞ്ഞു മാറ്റിയാൽ ഉടൻ അവനെത്തും. എല്ലാം അവൻ കൊത്തിത്തിന്നും. അങ്ങനെ മറ്റുള്ളവർ അധ്വാനിക്കുന്നത് കവർന്നു തിന്നുക അവൻ ശീലമാക്കി. വിയർക്കാതെ തിന്ന് അഹങ്കാരിയായ ആ പൂവൻ കോഴി തടിച്ചു കൊഴുത്തു. എല്ലാ കോഴികളും അവനെ ഭയന്നു. വലിയ പൂവൻ കോഴി ചെറിയ പൂവൻ കോഴിയോട് ഒരു ദിവസം പറഞ്ഞു, ഈ പിടക്കോഴികളെയും കുഞ്ഞുങ്ങളെയും ഭരിക്കാനുള്ള അവകാശം എനിക്കാണ്. അവർ അധ്വാനിക്കുന്നത് ഞാൻ തിന്നും. നീ ഇതിൽ ഇടപെട്ടാൽ ഒറ്റ കൊത്തിന് നിന്നെ ഞാൻ കൊല്ലും. ചെറിയ പൂവൻ കോഴി പറഞ്ഞു, നീ പറയുന്നത് ധിക്കാരമാണ്. ഭരണം പിടിച്ചു വാങ്ങാനുള്ളതല്ല. മറ്റുള്ളവരുടെ അധ്വാനം കൊണ്ട് വയറ് നിറയ്ക്കുന്നതും നല്ലതല്ല. വലിയ പൂവൻ കോഴിക്ക് ഈ വാക്കുകൾ ഇഷ്ടമായില്ല. അവൻ ചെറിയ പൂവനെ കൊത്താൻ ഓടിച്ചു. ചെറിയ പൂവൻ ജീവനും കൊണ്ടോടി. വലിയ പൂവൻ പുറകെ പാഞ്ഞു. ടീച്ചർ ഒരിക്കൽ കൂടെ വായിക്കുകയാണ്. ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. പാഠം 14. അഹങ്കാരം ആപത്ത്. സാമാന്യം വലിയ ഒരു തറവാടായിരുന്നു അത്. അവിടെ 2 പൂവൻ കോഴിയും കുറെ പിടക്കോഴികളും ഉണ്ടായിരുന്നു. പൂവൻ കോഴികളിൽ ഒരാൾ അഹങ്കാരിയും ധിക്കാരിയുമാണ്. മറ്റുള്ള കോഴികളെ ഉപദ്രവിക്കുന്നതായിരുന്നു അവന്റെ വിനോദം. മറ്റു കോഴികൾ ചപ്പിലകൾ ചികഞ്ഞു മാറ്റിയാൽ ഉടൻ അവനെത്തും. എല്ലാം അവൻ കൊത്തിത്തിന്നും. അങ്ങനെ മറ്റുള്ളവർ അധ്വാനിക്കുന്നത് കവർന്നു തിന്നുക അവൻ ശീലമാക്കി. വിയർക്കാതെ തിന്ന് അഹങ്കാരിയായ ആ പൂവൻ കോഴി തടിച്ചു കൊഴുത്തു. എല്ലാ കോഴികളും അവനെ ഭയന്നു. വലിയ പൂവൻ കോഴി ചെറിയ പൂവൻ കോഴിയോട് ഒരു ദിവസം പറഞ്ഞു, ഈ പിടക്കോഴികളെയും കുഞ്ഞുങ്ങളെയും ഭരിക്കാനുള്ള അവകാശം എനിക്കാണ്. അവർ അധ്വാനിക്കുന്നത് ഞാൻ തിന്നും. നീ ഇതിൽ ഇടപെട്ടാൽ ഒറ്റ കൊത്തിന് നിന്നെ ഞാൻ കൊല്ലും. ചെറിയ പൂവൻ കോഴി പറഞ്ഞു, നീ പറയുന്നത് ധിക്കാരമാണ്. ഭരണം പിടിച്ചു വാങ്ങാനുള്ളതല്ല. മറ്റുള്ളവരുടെ അധ്വാനം കൊണ്ട് വയറ് നിറയ്ക്കുന്നതും നല്ലതല്ല. വലിയ പൂവൻ കോഴിക്ക് ഈ വാക്കുകൾ ഇഷ്ടമായില്ല. അവൻ ചെറിയ പൂവനെ കൊത്താൻ ഓടിച്ചു. ചെറിയ പൂവൻ ജീവനും കൊണ്ടോടി. വലിയ പൂവൻ പുറകെ പാഞ്ഞു. നമുക്ക് കഥ പഠിക്കാം. ഇന്ന് നമ്മളൊരു കഥയാണ് പഠിക്കുന്നത്. കഥയുടെ പേര് അഹങ്കാരം ആപത്ത്. കഥയുടെ പേരെന്താ? അഹങ്കാരം ആപത്ത്. എല്ലാവർക്കും കഥ ഇഷ്ടമാണല്ലോ, ശ്രദ്ധിച്ചിരിക്കുമല്ലോ. ശരി, നമുക്ക് പഠിക്കാൻ തുടങ്ങാം. സാമാന്യം വലിയ ഒരു തറവാടായിരുന്നു അത്. ഏകദേശം ഒരു വലിയ കുടുംബമായിരുന്നു അത്. തറവാട് കുടുംബം. അവിടെ 2 പൂവൻ കോഴിയും കുറേ പിടക്കോഴികളും ഉണ്ടായിരുന്നു. അവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു? 2 പൂവൻ കോഴിയും കുറേ പിടക്കോഴികളും ഉണ്ടായിരുന്നു. അവിടെ എന്താണ് ഉണ്ടായിരുന്നത്? 2 പൂവൻ കോഴിയും കുറേ പിടക്കോഴികളും ഉണ്ടായിരുന്നു. പൂവൻ കോഴികളിൽ ഒരാൾ അഹങ്കാരിയും ധിക്കാരിയുമാണ്. പൂവൻ കോഴിയിൽ ഒരാൾ എങ്ങനെയാണ്? അഹങ്കാരിയും ധിക്കാരിയുമാണ്. അഹങ്കാരി ഞാനെന്ന ഭാവമുള്ളവൻ, ധിക്കാരി ധാർഷ്ട്യം സംസാരിക്കുന്നവൻ. മറ്റുള്ള കോഴികളെ ഉപദ്രവിക്കുന്നതായിരുന്നു അവന്റെ വിനോദം. പൂവൻ കോഴിയുടെ വിനോദം എന്തായിരുന്നു? മറ്റുള്ള കോഴികളെ ഉപദ്രവിക്കുന്നതായിരുന്നു വലിയ പൂവന്റെ വിനോദം. മറ്റു കോഴികൾ ചപ്പിലകൾ ചികഞ്ഞു മാറ്റിയാൽ ഉടൻ ഇവനെത്തും.
മറ്റു കോഴികൾ ചപ്പില ചപ്പില കരിയില ചപ്പില കരിയില കരിയില തികഞ്ഞു മാറ്റിയാൽ ഉടൻ അവൻ എത്തും. അവനെല്ലാം കൊത്തിത്തിന്നും. അങ്ങനെ മറ്റുള്ളവർ അധ്വാനിക്കുന്നത് കവർന്നു തിന്നുക അവൻ ശീലമാക്കി. എന്താണ് വലിയ പൂവന്റെ ശീലം? മറ്റുള്ളവർ അധ്വാനിക്കുന്നത് കവർന്നു തിന്നുക, മോഷ്ടിച്ചു തിന്നുക എന്നതാണ് അവന്റെ ശീലം. വലിയ പൂവന്റെ ശീലം എന്താണ്? മറ്റുള്ളവർ അധ്വാനിക്കുന്നത് കവർന്നു തിന്നുകയാണ് വലിയ പൂവന്റെ ശീലം. വിയർക്കാതെ തിന്ന് അഹങ്കാരിയായ ആ പൂവൻ കോഴി തടിച്ചു കൊഴുത്തു. വിയർക്കാതെ, ശരീരം വിയർക്കാതെ ഭക്ഷണം കഴിച്ച് ആ പൂവൻ കോഴി തടിച്ചു കൊഴുത്തു. സാമാന്യം വലിയൊരു തറവാടായിരുന്നു അത്. അവിടെ 2 പൂവൻ കോഴിയും കുറെ പിടക്കോഴികളും ഉണ്ടായിരുന്നു. പൂവൻ കോഴിയിൽ ഒരാൾ അഹങ്കാരിയും ധിക്കാരിയുമാണ്. മറ്റു കോഴികളെ ഉപദ്രവിക്കുന്നതായിരുന്നു വലിയ പൂവിന്റെ വിനോദം. മറ്റു കോഴികൾ ചപ്പിലകൾ ചികഞ്ഞിടുമ്പോൾ വലിയ പൂവനെത്തും. അവനെല്ലാം കൊത്തി തിന്നും. മറ്റുള്ളവർ അധ്വാനിക്കുന്നത് കവർന്നു തിന്നുന്നത് അവൻ ശീലമാക്കി. വിയർക്കാതെ തിന്ന് അഹങ്കാരിയായ ആ പൂവൻ കോഴി തടിച്ചു കൊഴുത്തു. ഈ വലിയ പൂവൻ കോഴിയെ എല്ലാ കോഴികളും ഭയന്നു പേടിച്ചു. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ടീച്ചർ ഈ ഭാഗത്തിന്റെ അർത്ഥവും ഉത്തരം എഴുതുകയും പറയുകയാണ്. ടീച്ചർ ഈ ഭാഗത്തിന്റെ അർത്ഥം, ഉത്തരം എഴുതുക എന്നിവ പറയുന്നു. തറവാട് മൂലകുടുംബം. അഹങ്കാരി ഞാനെന്ന ഭാവമുള്ളവൻ. ധിക്കാരി ധിക്കരിക്കുന്നവൻ. ചപ്പില കരിയില. ചികയുക മാന്തുക. കവരുക മോഷ്ടിക്കുക. ധിക്കാരം ധാർഷ്ട്യം. തറവാട് മൂലകുടുംബം. അഹങ്കാരി ഞാനെന്ന ഭാവമുള്ളവൻ. ധിക്കാരി ധിക്കരിക്കുന്നവൻ. ചപ്പില കരിയില. ചികയുക മാന്തുക. കവരുക മോഷ്ടിക്കുക. ധിക്കാരം ധാർഷ്ട്യം. പകരം പദം പേടി ഭയം. ഭക്ഷിക്കുക തിന്നുക. പേടി ഭയം ഭക്ഷിക്കുക തിന്നുക. വലിയ പൂവന്റെ വിനോദം എന്ത്? മറ്റുള്ള കോഴികളെ ഉപദ്രവിക്കുകയായിരുന്നു വലിയ പൂവന്റെ വിനോദം. വലിയ പൂവന്റെ വിനോദം എന്ത്? മറ്റുള്ള കോഴികളെ ഉപദ്രവിക്കുകയായിരുന്നു വലിയ പൂവന്റെ വിനോദം. വലിയ പൂവൻ ശീലമാക്കിയതെന്ത്? മറ്റുള്ള കോഴികൾ അധ്വാനിക്കുന്നത് കവർന്നു തിന്നുകയായിരുന്നു വലിയ പൂവൻ ശീലമാക്കിയത്. മറ്റുള്ള കോഴികൾ അധ്വാനിക്കുന്നത് കവർന്നു തിന്നുകയായിരുന്നു വലിയ പൂവൻ ശീലമാക്കിയത്. ടീച്ചർ അടുത്ത ഭാഗം വായിച്ച് ആശയം പറയുകയാണ്. ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ. വലിയ പൂവൻ കോഴി ചെറിയ പൂവൻ കോഴിയോട് ഒരു ദിവസം പറഞ്ഞു, ഈ പിടക്കോഴികളെയും കുഞ്ഞുങ്ങളെയും ഭരിക്കാനുള്ള അവകാശം എനിക്കാണ്. അവർ അധ്വാനിക്കുന്നത് ഞാൻ തിന്നും. നീ ഇതിൽ ഇടപെട്ടാൽ ഒറ്റ കൊത്തിന് നിന്നെ ഞാൻ കൊല്ലും. ചെറിയ പൂവൻ കോഴി പറഞ്ഞു, നീ പറയുന്നത് ധിക്കാരമാണ്. ഭരണം പിടിച്ചു വാങ്ങാനുള്ളതല്ല. മറ്റുള്ളവരുടെ അധ്വാനം കൊണ്ട് വയറ് നിറയ്ക്കുന്നതും നല്ലതല്ല. വലിയ പൂവൻ കോഴിക്ക് ഈ വാക്കുകൾ ഇഷ്ടമായില്ല. അവൻ ചെറിയ പൂവനെ കൊത്താൻ ഓടിച്ചു. ചെറിയ പൂവൻ ജീവനും കൊണ്ടോടി. വലിയ പൂവൻ പുറകെ പാഞ്ഞു. ടീച്ചർ ഒരിക്കൽ കൂടെ വായിക്കുകയാണ്. ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. വലിയ പൂവൻ കോഴി ചെറിയ പൂവൻ കോഴിയോട് ഒരു ദിവസം പറഞ്ഞു, ഈ പിടക്കോഴികളെയും കുഞ്ഞുങ്ങളെയും ഭരിക്കാനുള്ള അവകാശം എനിക്കാണ്. അവർ അധ്വാനിക്കുന്നത് ഞാൻ തിന്നും. നീ ഇതിൽ ഇടപെട്ടാൽ ഒറ്റ കൊത്തിന് നിന്നെ ഞാൻ കൊല്ലും. ചെറിയ പൂവൻ കോഴി പറഞ്ഞു, നീ പറയുന്നത് ധിക്കാരമാണ്. ഭരണം പിടിച്ചു വാങ്ങാനുള്ളതല്ല. മറ്റുള്ളവരുടെ അധ്വാനം കൊണ്ട് വയറ് നിറയ്ക്കുന്നതും നല്ലതല്ല.
വലിയ പൂവൻ കോഴിക്ക് ഈ വാക്കുകൾ ഇഷ്ടമായില്ല. അവൻ ചെറിയ പൂവനെ കൊത്താൻ ഓടിച്ചു. ചെറിയ പൂവൻ ജീവനും കൊണ്ടോടി. വലിയ പൂവൻ പുറകെ പാഞ്ഞു. ടീച്ചർ അടുത്ത ഭാഗത്തിന്റെ ആശയം പറയുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. എല്ലാ കോഴികളും അവനെ ഭയന്നു. ആരെയാണ് കുഞ്ഞുങ്ങളെ ഭയന്നത്? വലിയ പൂവൻ കോഴിയെ ഭയന്നു പേടിച്ചു. വലിയ പൂവൻ കോഴി ഒരു ദിവസം ഉണ്ടല്ലോ ചെറിയ പൂവൻ കോഴിയോട് പറഞ്ഞു. എന്തു പറഞ്ഞു? ഈ പിടക്കോഴികളെയും കുഞ്ഞുങ്ങളെയും ഭരിക്കാനുള്ള അവകാശം എനിക്കാണ്. ഈ പിടക്കോഴികളെയും കുഞ്ഞുങ്ങളെയും ഭരിക്കാനുള്ള അവകാശം എനിക്കാണ്. അവർ അധ്വാനിക്കുന്നത് ഞാൻ തിന്നും. ഈ പിടക്കോഴികൾ അധ്വാനിക്കുന്നത് ഞാൻ തിന്നും. ആര്? ഞാൻ. വലിയ പൂവൻ കോഴി തിന്നുമെന്ന് പറഞ്ഞു. ഇതിൽ നീ ഇടപെട്ടാൽ ഒറ്റ കൊത്തിന് നിന്നെ ഞാൻ കൊല്ലുമെന്നും പറഞ്ഞു. ഇതിൽ നീ ഇടപെട്ടാൽ നിന്നെ ഞാൻ ഒറ്റ കൊത്തിന് കൊല്ലുമെന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ടേ ചെറിയ പൂവൻ കോഴി പറഞ്ഞു, നീ പറയുന്നത് ധിക്കാരമാണ്. നീ പറയുന്നത് ധിക്കാരമാണ്. ഇത് ശരിയല്ല. ഭരണം പിടിച്ചു വാങ്ങാനുള്ളതല്ല. ഭരണമെന്ന് പറയുന്നത് നമുക്ക് പിടിച്ചു വാങ്ങാനുള്ളതല്ല. മറ്റൊരാളുടെ അധ്വാനം കൊണ്ട് വയറ് നിറയ്ക്കുന്നത് നല്ലതല്ല. മറ്റൊരു വ്യക്തിയുടെ അധ്വാനം കൊണ്ട്, മറ്റൊരാൾ അധ്വാനിക്കുന്നത് കൊണ്ട് വയറ് നിറയ്ക്കുന്നത് നല്ലതല്ല എന്ന് ചെറിയ പൂവൻ പറഞ്ഞു. ചെറിയ പൂവൻ എന്താ പറഞ്ഞത്? നീ പറയുന്നത് ധിക്കാരമാണ്. ഭരണം പിടിച്ചു വാങ്ങാനുള്ളതല്ല. മറ്റൊരാളുടെ അധ്വാനം കൊണ്ട് വയറ് നിറയ്ക്കുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞു. ഇവിടെ ഒരു ചോദ്യമുണ്ട്. ചെറിയ പൂവനോട് വലിയ പൂവൻ പറഞ്ഞതെന്ത്? അതിന് ചെറിയ പൂവൻ പറഞ്ഞ മറുപടി എന്ത്? ചെറിയ പൂവനോട് വലിയ പൂവൻ പറഞ്ഞതെന്ത്? അതിന് ചെറിയ പൂവൻ പറഞ്ഞ മറുപടി എന്ത്? ഞാൻ എല്ലാ കോഴികളെയും ഭരിക്കും. മറ്റുള്ളവർ അധ്വാനിക്കുന്നതും എനിക്ക് വേണമെന്നാണ് ചെറിയ പൂവനോട് വലിയ പൂവൻ പറഞ്ഞത്. ഭരണം പിടിച്ചു വാങ്ങാനുള്ളതല്ല. മറ്റുള്ളവരുടെ അധ്വാനം കൊണ്ട് വയറു നിറയ്ക്കുന്നത് നല്ലതല്ല എന്നാണ് ചെറിയ പൂവൻ മറുപടി പറഞ്ഞത്. ഭരണം പിടിച്ചു വാങ്ങാനുള്ളതല്ല. മറ്റുള്ളവരുടെ അധ്വാനം കൊണ്ട് വയറു നിറയ്ക്കുന്നത് നല്ലതല്ല എന്നാണ് ചെറിയ പൂവൻ മറുപടി പറഞ്ഞത്. ഒരിക്കൽ കൂടെ, ചെറിയ പൂവനോട് വലിയ പൂവൻ പറഞ്ഞതെന്ത്? അതിന് ചെറിയ പൂവൻ പറഞ്ഞ മറുപടി എന്ത്? ഞാൻ എല്ലാ കോഴികളെയും ഭരിക്കും. മറ്റുള്ളവർ അധ്വാനിക്കുന്നതും എനിക്ക് വേണമെന്നാണ് ചെറിയ പൂവനോട് വലിയ പൂവൻ പറഞ്ഞത്. ഭരണം പിടിച്ചു വാങ്ങാനുള്ളതല്ല. മറ്റുള്ളവരുടെ അധ്വാനം കൊണ്ട് വയറ് നിറയ്ക്കുന്നത് നല്ലതല്ല എന്നാണ് ചെറിയ പൂവൻ മറുപടി പറഞ്ഞത്. ഇത്രയും മനസ്സിലായല്ലോ? അടുത്ത് നോക്കിക്കോ. വലിയ പൂവൻ കോഴിക്ക് ഈ വാക്കുകൾ ഇഷ്ടപ്പെട്ടില്ല. ഈ ചെറിയ പൂവൻ പറഞ്ഞ വാക്ക് വലിയ പൂവൻ കോഴിക്ക് ഇഷ്ടപ്പെട്ടില്ല. അവൻ ചെറിയ പൂവനെ കൊത്താൻ ഓട്ടിച്ചു. വലിയ പൂവൻ കോഴി എന്താണ് ചെയ്തത്? ചെറിയ പൂവൻ പറഞ്ഞത് കേട്ടിട്ട് അവനെ കൊത്താൻ ഓട്ടിച്ചു. പാവം ചെറിയ പൂവൻ കോഴി അത് തൻ്റെ ജീവനും കൊണ്ടോടി. വലിയ പൂവനെ പേടിച്ച് ചെറിയ പൂവൻ കോഴി ഓടി. വലിയ പൂവൻ പുറകെ പാഞ്ഞു. വലിയ പൂവൻ എന്ത് ചെയ്തു? ആ ചെറിയ പൂവന്റെ പുറകെ പാഞ്ഞു വേഗം ഓടുക. വളരെ വേഗം ആ ചെറിയ പൂവന്റെ പുറകെ വലിയ പൂവൻ ഓടി. പിന്നെ എന്ത് സംഭവിച്ചു എന്നേ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ടീച്ചർ ഈ ഭാഗത്തിന്റെ പിരിച്ചെഴുതുക, ഉത്തരമെഴുതുക എന്നിവ പറയുകയാണ്. ടീച്ചർ ഈ ഭാഗത്തിന്റെ പിരിച്ചെഴുതുകയും ഉത്തരമെഴുതുകയും പറയുകയാണ്. ഞാനാണ്, ഞാനധികം ആണ്. ഞാനാണ്, ഞാനധികം ആണ്. എനിക്കാണ്, എനിക്ക് അധികം ആണ്. എനിക്കാണ്, എനിക്ക് അധികം ആണ്. ഞാനാണ്, ഞാനധികമാണ്. എനിക്കാണ്, എനിക്കധികം ആണ്. പകരം പദം: പാഞ്ഞു, വളരെ വേഗം ഓടി. പാഞ്ഞു, വളരെ വേഗം ഓടി. ചെറിയ പൂവനോട് വലിയ പൂവൻ പറഞ്ഞതെന്ത്? അതിന് ചെറിയ പൂവൻ പറഞ്ഞ മറുപടി എന്ത്? ചെറിയ പൂവനോട് വലിയ പൂവൻ പറഞ്ഞതെന്ത്? അതിന് ചെറിയ പൂവൻ പറഞ്ഞ മറുപടി എന്ത്? ഞാൻ എല്ലാ കോഴികളെയും ഭരിക്കും.
മറ്റുള്ളവർ അധ്വാനിക്കുന്നതും എനിക്ക് വേണമെന്നാണ് ചെറിയ പൂവനോട് വലിയ പൂവൻ പറഞ്ഞത്. ഞാൻ എല്ലാ കോഴികളെയും ഭരിക്കും. മറ്റുള്ളവർ അധ്വാനിക്കുന്നതും എനിക്ക് വേണമെന്നാണ് ചെറിയ പൂവനോട് വലിയ പൂവൻ പറഞ്ഞത്. ഭരണം പിടിച്ചു വാങ്ങാനുള്ളതല്ല, മറ്റുള്ളവരുടെ അധ്വാനം കൊണ്ട് വയറു നിറയ്ക്കുന്നത് നല്ലതല്ല എന്നാണ് ചെറിയ പൂവൻ മറുപടി പറഞ്ഞത്. ഭരണം പിടിച്ചു വാങ്ങാനുള്ളതല്ല, മറ്റുള്ളവരുടെ അധ്വാനം കൊണ്ട് വയറ് നിറയ്ക്കുന്നത് നല്ലതല്ല എന്നാണ് ചെറിയ പൂവൻ മറുപടി പറഞ്ഞത്. ഞാൻ എല്ലാ കോഴികളെയും ഭരിക്കും. മറ്റുള്ളവർ അധ്വാനിക്കുന്നത് എനിക്ക് വേണമെന്നാണ് ചെറിയ പൂവനോട് വലിയ പൂവൻ പറഞ്ഞത്. ഭരണം പിടിച്ചു വാങ്ങാനുള്ളതല്ല, മറ്റുള്ളവരുടെ അധ്വാനം കൊണ്ട് വയറ് നിറയ്ക്കുന്നത് നല്ലതല്ല എന്നാണ് ചെറിയ പൂവൻ മറുപടി പറഞ്ഞത്. കുഞ്ഞുങ്ങളെ, ടീച്ചർ പഠിപ്പിച്ച ഭാഗത്തിൻ്റെ ആശയം ചുരുക്കി പറയുകയാണ്. ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. സാമാന്യം വലിയൊരു തറവാടായിരുന്നു അത്. അവിടെ 2 പൂവൻ കോഴിയും കുറേ പിടക്കോഴികളും ഉണ്ടായിരുന്നു. പൂവൻ കോഴികളിൽ ഒരാള് അഹങ്കാരിയും ധിക്കാരിയുമായിരുന്നു. മറ്റുള്ളവർ അധ്വാനിക്കുന്നത് കവർന്നു തിന്നുക എന്നതാണ് വലിയ പൂവൻ കോഴിയുടെ ശീലം. അധ്വാനിക്കാതെ ആഹാരം കഴിച്ച് വലിയ പൂവൻ തടിച്ചു കൊഴുത്തു. എല്ലാ കോഴികൾക്കും വലിയ പൂവനെ പേടിയായിരുന്നു. ഒരു ദിവസം വലിയ പൂവൻ ചെറിയ പൂവനോട് പറഞ്ഞു, ഈ പിടക്കോഴികളെയും കുഞ്ഞുങ്ങളെയും ഭരിക്കാനുള്ള അവകാശം എനിക്കാണ്. അവർ അധ്വാനിക്കുന്നത് ഞാൻ തിന്നും. നീ ഇതിൽ ഇടപെട്ടാൽ ഒറ്റ കൊത്തിന് നിന്നെ കൊല്ലുമെന്ന് ചെറിയ പൂവനോട് പറഞ്ഞു. പാവം ചെറിയ പൂവൻ കോഴി അത് പറഞ്ഞു, നീ പറയുന്നത് ധിക്കാരമാണ്. ഭരണം പിടിച്ചു വാങ്ങാനുള്ളതല്ല, മറ്റൊരാളുടെ അധ്വാനം കൊണ്ട് വയറ് നിറയ്ക്കുന്നത് നല്ല ശീലമൊന്നും അല്ല. വലിയ പൂവന് ഇതിഷ്ടപ്പെട്ടില്ല. അവൻ ചെറിയ പൂവനെ കൊത്താനോടിച്ചു. പാവം ചെറിയ പൂവൻ ജീവനും കൊണ്ട് ഓടി. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ടീച്ചർ ക്ലാസ് അവസാനിപ്പിക്കാൻ പോവുകയാണ്. നോട്ട് അയച്ചു തരും. പേജ് വെച്ച് ഭംഗിയായി എഴുതിയെടുക്കണം. കോപ്പി ബുക്കിൽ 1 പേജ് കോപ്പി എഴുതണം. വീട്ടിൽ തന്നെ ഇരിക്കുക, സുരക്ഷിതരായിരിക്കുക. നന്ദി.